ഹലോ അമ്മ. ആ പറ. അയ്യോ മക്കളെ, നമ്മുടെ മറ്റേ ആ മാമിയില്ലേ, ഏത് മാമി? മക്കളെ ഗീതുമാമി ആ. അപ്പുറത്തുള്ള ഭാസ്കരൻ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയിട്ട് മക്കളെ നമ്മളെയൊക്കെ കുറിച്ച് എന്തൊക്കെ അപവാദം അവിടെ പറഞ്ഞു കൊടുത്തേന്നറിയാവോ? അയ്യോ, എനിക്കിതൊന്നും താങ്ങാൻ വയ്യ. ഞാനിനി അവളോട് മിണ്ടില്ല. പോട്ടെ അമ്മ, സാരില്ല. ഇനി അമ്മ മാമിയോട് പണ്ടത്തെ അത്ര കൂട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. അയ്യോ ഇല്ല മക്കളെ, ഇല്ല. അമ്മയ്ക്ക് മതിയായി. ഇതോടെ അമ്മ നിർത്തി. ഇനി അവളെ കുടുംബത്തു കൂടെ അമ്മ കേട്ടത്തില്ല. ആ ഹലോ അമ്മ. ഹലോ മോളെ. മക്കള് തിരക്കിലായിരുന്നോ? ഇല്ലമ്മ, തിരക്കിലൊന്നുമില്ല. അമ്മ പറഞ്ഞോ. മക്കളെ, ഇന്ന് ഗീതുമാമി ഇവിടെ വന്നായിരുന്നു. ഗീതുമാമിയുടെ മൂത്ത മോളില്ലേ, നിന്റെ അഞ്ചു ചേച്ചി. അഞ്ചു ചേച്ചിയുടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടി ഗീതുമാമി അല്ലമ്മ, വന്നതായിരുന്നു. അമ്മയല്ലേ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ പറഞ്ഞേ ഗീതു മാമി അമ്മേനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഗീതു മാമിയായിട്ട് ഒരു ബന്ധവും ഇല്ലാന്നൊക്കെ. എന്നിട്ടിപ്പോ? അയ്യോ മക്കളെ, അത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. നിന്റെ മാസ്കറും ചിറ്റപ്പനും കുഞ്ഞമ്മയും കൂടെ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയതാ. ഇന്ന് ഗീതുമാമി വന്ന് ഇവിടെ കഥ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് സംഭവമൊക്കെ മനസ്സിലായത്. അയ്യോ ആ അമ്മ. മക്കൾ ഓഫീസിൽ നിന്ന് തിരിച്ച് റൂമിലെത്തിയായിരുന്നോ? അമ്മ, ഞാൻ എത്തിയല്ലോ. മക്കളെ, ഇന്ന് ദേവയി കുഞ്ഞമ്മ ഇവിടെ വന്നായിരുന്നു. അപ്പോഴല്ലേ ഞാൻ കാര്യങ്ങളൊക്കെ അറിയണേ. നിന്റെ ഗീതുമാമി അവിടെ പോയിട്ട് എന്തൊക്കെയാ നമ്മളെക്കുറിച്ച് പറഞ്ഞതെന്നറിയാവോ? അവളെ ഞാൻ എന്തോരം വിശ്വസിച്ചതാ. അന്ന് ആ ഭാസ്കരൻ ചിറ്റപ്പൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ കേട്ടില്ല. എന്നിട്ട് ഞാൻ അവളെ വിശ്വസിച്ചു. എനിക്ക് ഈ ഗതി തന്നെ വരണം. അയ്യോ എൻ്റെ ഈശ്വരാ.